ഒരു ക്ഷണം. ഇവിടെ പ്രധാനമായ 6 കലങ്ങൾ, അത് ചന്ദനവും കുങ്കുമവും ഒക്കെ തേച്ച് ചാർത്തി ഒരുക്കി കഴിഞ്ഞു. അതിൽ തൂശനിലയിൽ ഗണപതി ഒരുക്ക് നടത്തുകയാണ് കേട്ടോ. പറയുന്നു പ്രധാനമായിട്ടുള്ള ജയലക്ഷ്മിയുടെ 6 മെയിൻ പൊങ്കാല കലങ്ങളാണ് ഇത് കേട്ടോ. ബാക്കിയുള്ള എടുത്ത് വെച്ച് വരുന്നു. ഇവിടുത്തെ ചേട്ടന്മാർ കർപ്പൂരമൊക്കെ വയ്ക്കുന്നു. എൻ്റെ ഭാര്യ ശ്രീമതി രഞ്ജിത. ഹായ് രഞ്ജിത. അത് വിദ്യാരവീൻ ഷേണായി. ചേച്ചി കുട്ടി, ഈ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം പേര് പറ. കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലേ? അത് എന്റെ ചാനലായിരുന്നു. ഇത് ഈശ്വരീയൻ ചാനലിന്റെ പേര് പറ. അത് അടുത്ത് വെച്ച് പറ. എത്രയും പഠിക്കുന്നു? 10ല്. കഴിഞ്ഞ പ്രാവശ്യം എത്രയിലായിരുന്നു? മാർക്കൊക്കെ നന്നായിട്ട് വാങ്ങിക്കാൻ പറ്റിയ? 10 എന്ന് പറഞ്ഞ ഇപ്പൊ എക്സാം ആണ്. ഓക്കെ, എത്ര ഏതായാലും നല്ല രീതിയിൽ പാസ്സാവും കേട്ടോ. ഓക്കെ, താങ്ക് യു. പഠിക്കാതെ കേട്ടോ. വരാം. ഇത് ഇവരുടെ അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം അവിടെയല്ലേ ഇട്ടത്? ആ ഭാഗത്താണ് ഇട്ടത്. കഴിഞ്ഞ പ്രാവശ്യം പടിഞ്ഞാറോട്ട് നോക്കിയാണ് ഇട്ടത്, ഇന്ന് കിഴക്കോട്ട് നോക്കിയിടുന്നു. കർപ്പൂരം വെക്കുകയാണ്. ഗണപതി ഒരുക്കം നടക്കുന്ന എൻ്റെ ധർമ്മപത്നി ശ്രീമതി രഞ്ജിതയാണ്. ശൈല ചേച്ചി നിൽക്കൊണ്ട്. ശൈല ചേച്ചി കസേര വേണോ? സ്റ്റൂള് വേണോ ഇരിക്കാൻ? ഇവിടെയൊക്കെ റെഡിയായി. കലമൊക്കെ വെള്ളമൊക്കെ നിറച്ചു ചെയ്തിരിക്കുന്നു. ഒരുക്കങ്ങൾ കാണാൻ രസമാണ്. ഇവിടെ ഗണപതി ഒരുക്ക് വെച്ചിട്ടുണ്ട്. തൂശനിലയുടെ നാക്ക് മുന്നോട്ട് നീക്കിയാണ് വെക്കുന്നത് കേട്ടോ. തൂശനിലയുടെ നാക്ക് മുന്നോട്ട് നീക്കിയാണ് വെക്കുന്നത്. ഇതാണ് രവീൻ ഷേണായി. ഹായ് പറ. ചേച്ചിമാർ വെള്ളത്തിനും മറ്റുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ജയലക്ഷ്മിയിൽ നിന്ന് അവർക്ക് വെള്ളം ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം എല്ലാം ശരിയാക്കുന്നുണ്ട്. എന്താ ഇവിടെ ജലലഭ്യത അറിയില്ല, ഔദ്യോഗികമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ആൾക്കാർ ഇത് ചെയ്യുന്നു. എന്താ ജയലക്ഷ്മിയിലെ സ്റ്റാഫ് വെള്ളം കലക്കുന്നു. ഇത് ജയലക്ഷ്മിയിലെ സ്റ്റാഫാണ് കേട്ടോ. ഒരുക്കങ്ങൾ നടത്തുന്നു. അവർ ഇന്നലെ വൈകിട്ട് തൊട്ട് തുടങ്ങിയ ഒരുക്കങ്ങളാണ്. ഇവിടെ വരുന്ന ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ഇതായിരിക്കും അവർക്ക് വേണ്ട ആകുന്ന സ്ഥലത്ത് അവർക്ക് വേണ്ട പൊങ്കാലക്കലങ്ങൾ വയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. വേണ്ട ഇതെല്ലാം കണ്ടുകൊണ്ട് ആദ്യകാലമ്മയുടെ ഛായാചിത്രം, തേജസ്സാർന്ന ഛായാചിത്രം ചിരിച്ചുകൊണ്ട് എല്ലാം നോക്കി കാണുന്നു. ഒരു ചരണം ഇവിടുത്തെ പൊങ്കാല കലങ്ങളിൽ ചന്ദനവും കുങ്കുമവും തേക്കുകയാണ് കേട്ടോ. ചേട്ടൻ ഒരു ചേട്ടൻ ചെലവ് എത്തിക്കുന്നു കേട്ടോ. എല്ലാവരും ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ സർവീസ് ചെയ്യാണ്. നമ്മൾ വീഡിയോ എടുത്ത് സർവീസ് ചെയ്യുന്നു ഈ ശരിയൻ ചാനലിന് വേണ്ടി. മാവൂരി ശരണം, ആറ്റുകാലമ്മയെ ശരണം. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മത്സരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ എറണാകുളം ആസ്ഥാനമായിട്ടുള്ള മെസ്സേഴ്സ് ജയലക്ഷ്മി സിൽക്സിലാണ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിശ്വസ്തതയുടെ പര്യായമായ വസ്ത്രവ്യാപാര സ്ഥാപനം. ഇവിടെ ആറ്റുകാലമ്മയുടെ ഫോട്ടോ വെച്ച് വിളക്ക് തെളിച്ച് തുടങ്ങി.
ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇത് നോക്കുക, ഇവിടെ നാരങ്ങാ വെള്ളം രാവിലെ തന്നെ, ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 9 മണിക്കാണ്, പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. അതുകൂടാണ്ട് ജല ലഭ്യത എങ്ങനെയാണെന്നറിയില്ല, ഓരോ മാധ്യമങ്ങളിൽ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇവർ അതിനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നോക്കാം, സൗകര്യം ചെയ്ത് ഇവിടെ ആൾക്കാർക്ക് ജല ലഭ്യതയ്ക്കുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വളരെയധികം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ട ദാഹജലത്തിനുള്ള സൗകര്യം ചെയ്യുന്നു. അതുപോലെ ഇവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടന്മാർ വളരെയധികം സുരക്ഷിതത്വം ഇത് നൽകുന്നു. ഇവിടെ ഉള്ള വേണ്ട ഇഷ്ടിക, കലം എന്നിവരെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടാണ്ട് അടുപ്പ് കൂട്ടാനുള്ളതും അതിൻ്റെ കത്തിക്കാനുള്ളതും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് നമ്മളെടുക്കുന്ന ഈശ്വരീയൻ ചാനലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ചേച്ചി മണ്ടപ്പുറ്റാണെന്ന് തോന്നുന്നു, ഇതിന് വെക്കുന്നുണ്ട്, ഇടയിൽ പാത്രം വെക്കുന്നുണ്ട്. എല്ലാവരും നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്തായതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ശൈലേഷ് ചേച്ചി, ഹായ് കാണിക്ക് ശൈലേഷ് ചേച്ചി. ഇത് ഈ കുട്ടികളെ എന്താണ്, ഇവരെ കണ്ടായിരിക്കും പെട്ടെന്ന് രാവിലെ വന്ന് റെഡിയാകുന്നതാണ്. ബാലത്രിപുര സന്ധ്യയുടെ ഓർമ്മ വരും. അവരെ ഒന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലുണ്ടായിരുന്ന ആളല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എന്റെ ചാനലായിരുന്നു. ഈശ്വരീയം, നമ്മുടെ പേര് പറ. വിശ്വതീർത്ഥ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 7ാം ക്ലാസ്സിൽ. എവിടെ? നെല്ലിമൂട് സ്കൂളിൽ. കഴിഞ്ഞ വർഷം എത്ര ക്ലാസ്സിലായിരുന്നു? 6ാം ക്ലാസ്സിലായിരുന്നു. പൊങ്കാലയ്ക്ക് വന്നതിന് ശേഷം മാർക്കൊക്കെ ഫുള്ള് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരുടെ അനുഗ്രഹം കിട്ടുന്നുണ്ടോ? എപ്പോഴും വരണമെന്നാണ് ആഗ്രഹം. ഇരിക്കുക കേട്ടോ, ഇനിയും വരാം. ആരുടെ കൂടെയാ വന്നിരിക്കണേ? അമ്മയുടെ കൂടെ. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി മാറി അങ്ങോട്ട് വെള്ളം എടുക്കാൻ. ഇവിടെ ഇപ്പോ ഇഷ്ടിക വേണ്ടവർക്കെല്ലാം ഇഷ്ടിക തയ്യാറാക്കി കൊടുക്കുകയാണ് ഇഷ്ടിക. അത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ വീഡിയോ എടുക്കാൻ അനുവാദം തന്നു. കണ്ട, ഇവിടെ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള സന്മനസ് ഈ മാനേജ്മെന്റ് കാണിക്കുന്നു. അത് എത്ര നന്ദി പറഞ്ഞാലും കഴിയില്ല. കാര്യം തിരുവനന്തപുരത്ത് വന്ന് പൊങ്കാല ഇടാനുള്ള സൗകര്യം. ഇതാണ് കുമാരി വിഷ്ണുപ്രിയ, എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മൊബൈല് പിടിക്കുന്ന പുള്ളിക്കാരിയാണ് കേട്ടോ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പുള്ളിക്കാരിയുടെ ചേച്ചിയുണ്ട്, വൈഷ്ണവിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വൈഷ്ണവിയായിരുന്നു. ഇതാണ് വൈഷ്ണവി രവീൺ ഷേണായി വെള്ളം എടുത്തോണ്ട് വരുന്നത്. ഹായ്, ഇത് കുഞ്ഞുമോള് ഇതിൽ വന്നിരിക്കുക. ഇത് ഈശ്വരീയ ചാനലിന് വേണ്ടിയിട്ടാ. മോളുടെ പേരൊക്കെ പറയുമോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ചേച്ചിമാരുണ്ട് അവിടെ. മോളുടെ പേരെന്താ? ദേവാഞ്ജന. എത്രയും പഠിക്കുന്നു മോള്? 2ല്. എവിടുന്നാ വന്നിരിക്കണേ? കൊയിലാണ്ടിയിൽ വന്നിരിക്കുന്നു. കോഴിക്കോട് നിന്ന് വന്ന ഒരു ചേച്ചിയുണ്ട്. കൊയിലാണ്ടിയിൽ എവിടെ? കൊയിലാണ്ടിയില് കണ്ണൂരിന്നാ വന്നിരിക്കണേ. ഓ അത് ശരി. നിങ്ങളുടെ വീടിന്റെ കണ്ണൂർ എന്ന് പറഞ്ഞു. കൊയിലാണ്ടി നന്ദി ബസാറിന്റെ അടുത്താണോ? ഇവിടെ അപ്പൊ എങ്ങനെ ആദ്യമായിട്ടാണോ വരുന്നത്? ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ജയലക്ഷ്മിയിലെ സ്റ്റാഫാണോ? അല്ലേ? ഇത് ചേച്ചിയുടെ മോള് കേട്ടോ. അടുത്ത പ്രാവശ്യം വരുവോ? ഇത് ആദ്യമായിട്ടാണോ വരുന്നത്? മിടുക്കി കുട്ടിയാണ് കേട്ടോ, മിടുക്കി. എന്താ പേര്? ഇവിടെ ഇതൊരുക്കങ്ങളാണ്. അടുപ്പ് എത്ര പേർക്കെന്നുള്ള ഒരുക്കങ്ങൾ തയ്യാറാകുകയാണ് കേട്ടോ. കാര്യം അടുപ്പ് കൂട്ടാനുള്ള സമയമായി. പേര് പറ. കണ്ണൂരാണ് വീട്? അല്ല, തൃശ്ശൂരാണ് പ്രോപ്പർ. ഗുരുവായൂരപ്പന്റെ ആളാണ്.
അപ്പൊ മോള് ഇപ്പൊ സ്റ്റേ ചെയ്യണത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിലാണ്. നിമ്മി ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാന് എറണാകുളം അവിടെ ജയലക്ഷ്മിയിലാണോ? ഏത് പാലാരിവട്ടാണോ എം ജി റോഡോ? പാലാരിവട്ടം. പാലാരിവട്ടം. എം ജി റോഡ് വരാറുണ്ട്, പാലാരിവട്ടം വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇയാളുടെ പേര് പഠിച്ചോ? നീരവ് നീനു കൃഷ്ണ. നീനു കൃഷ്ണ. എവിടെ വീട്? എവിടെ? ഇവിടെ കൊയിലാണ്ടി തന്നെ. കൊയിലാണ്ടി തന്നെയാണ്. ശരി എന്നാ. വരാം കേട്ടോ. അപ്പൊ ഇവിടത്തെ ഇത് കാണിച്ചു, ഇനി പുറത്ത് കാണിക്കാം. വാ, പുറത്തും കലങ്ങൾ വെച്ച് ഒരുക്കങ്ങൾ നടക്കുന്നു. അടുപ്പ് കൂട്ടിയിട്ടില്ല കേട്ടോ. ഇഷ്ടിക ഇപ്പോഴും കൊണ്ടുപോവുകയാണ്. അടുപ്പ് കൂട്ടിയിട്ടില്ല. അടുപ്പ് കൂട്ടി തീ കൂട്ടിയിട്ടില്ല കേട്ടോ. അറിയിക്കുകയാണ്. ഓക്കെ, അത് ഗവൺമെന്റ് SMVSS തമ്പാനൂര്. ഇതാണ്. എന്തായാലും നല്ല 360 ഡിഗ്രിയും കാടി. അപ്പോൾ ഈശ്വരീൻ ചാനലിന് വേണ്ടി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. ഇത് ഗായത്രിക്ക് അയച്ചു കൊടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതുപോലെ ഈ വീഡിയോ എടുക്കുന്ന വിഷ്ണുപ്രിയയ്ക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.